പുരാണങ്ങളിലെ ഭീമസേനനെ ഓർമ്മയില്ലേ? പെരുവയറൻ, മന്ദബുദ്ധി, ഉറക്കം തൂങ്ങി, തീറ്റഭ്രാന്തൻ എന്നിങ്ങനെ കുട്ടിക്കാലത്ത് കേട്ടും അനുഭവിച്ചും വളർന്ന ഈ ബുള്ളിയിങ് ആണ് സാക്ഷാൽ ഭീമസേനനെ സൃഷ്ടിച്ചെടുത്തത്. എതിരാളികളെ നിഷ്കരുണം കൊന്നു തള്ളാനുള്ള കരളുറപ്പ് അദ്ദേഹത്തിന് നൽകിയത് കുട്ടിക്കാലത്ത് കണ്ടും കേട്ടും സഹിച്ച ഈ ബുള്ളിയിങ് ആണ്. വംശം അപ്പാടെ നശിപ്പിച്ച കുരുക്ഷേത്ര യുദ്ധത്തിനു പോലും കാരണമായത് നന്നേ ചെറുപ്പത്തിൽ ഭീമന് കൗരവരിൽ നിന്ന് സഹിക്കേണ്ടി വന്ന ബുള്ളിയിങ് ആണ്. എന്തിനു പുരാണങ്ങളിലേക്ക് പോകണം? നമ്മുടെ കോളേജ് കാലം ഒന്ന് ഓർത്തു നോക്കുക. എല്ലാ വർഷവും കോളേജുകളിൽ റാഗിംഗ് നടക്കുന്നു. ആ വർഷം റാഗിംഗ് കിട്ടിയവനായിരിക്കും അടുത്ത വർഷം റാഗിങ്ങിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ ബുള്ളിയിങ്ങിന്റെ ശക്തിയും ആഴവും? ബുള്ളിയിങ് എന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു നടക്കുക, നിങ്ങളെ ഭീഷണിപ്പെടുത്തുക, വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നോട്ടം കൊണ്ടോ പോലും നിങ്ങളെ ഉപദ്രവിക്കുക, ഒരു കൂട്ടത്തിൽ നിന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തുക, ഇതെല്ലാം ബുള്ളിയിങ്ങിൽ പെടുന്നു. ഇതിനെല്ലാം പുറമെ ശാരീരികമായി നുള്ളുക, പിച്ചുക, അടിക്കുക, മാന്തുക എന്നിവയും ബുള്ളിയിങ് ആണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ വേദനിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു വ്യക്തിയെ ശാരീരികമായും മാനസികമായും ഭീഷണിപ്പെടുത്തുക, അപമാനിക്കുക എന്നൊക്കെയാണ് ബുള്ളിയിങ്. ഫിസിക്കൽ ബുള്ളിയിങ്ങിനേക്കാൾ മാരകമാണ് മെന്റൽ ബുള്ളിയിങ്. ഒരാളെ ശാരീരികമായി ഉപദ്രവിക്കുമ്പോൾ പുറമേക്ക് കാണാവുന്ന മുറിവുകളോ പരിക്കുകളോ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മാനസികമായ ബുള്ളിയിങ് മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് നേരിടേണ്ടി വരുന്ന വ്യക്തി ഒരുപാട് മെന്റൽ ഇമോഷൻസ് സഹിക്കേണ്ടി വരുന്നു. ഇതയാളിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ് എന്നിങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് പലപ്പോഴും സൂയിസൈഡിൽ വരെ എത്തിക്കുന്നു. ബുള്ളിയിങ് നേരിടാൻ ആദ്യം വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ്. നമ്മൾക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ഇത്തരം സന്ദർഭങ്ങളിൽ നാം കോൺഫിഡന്റ് ആയിരുന്നാൽ ഏത് ഭീഷണികളും അപവാദങ്ങളും നേരിടാൻ നമുക്ക് കഴിയും. നിങ്ങൾ ചേമ്പില കണ്ടിട്ടില്ലേ? മനസ്സ് ചേമ്പില പോലെ ആകണം. മഴ പെയ്യുമ്പോൾ അതിൽ ധാരാളം വെള്ളം നിൽക്കും. പക്ഷെ ഒരു ചെറു കാറ്റടിച്ചാൽ അല്ലെങ്കിൽ ഇല ഒന്ന് ചാഞ്ഞോ ചിരിഞ്ഞോ നിൽക്കുമ്പോൾ അതിലെ വെള്ളം മുഴുവനും ചോർന്നു പോകുന്നു, വീണ്ടും ഉണങ്ങി കൂടുതൽ പ്രസരിപ്പോടെ നിൽക്കുന്നു. നമ്മുടെ മനസ്സിനെയും അതുപോലെയാക്കാൻ പഠിക്കുക, പരിശ്രമിക്കുക.